ഹായ്, നമസ്കാരം. മണിച്ചിത്രത്താഴ് 4K 1993 ഇറങ്ങിയ ഒരു സിനിമ ഇപ്പോഴും നമ്മൾ കാണുന്നു. ഹായ്, നമസ്കാരം. മണിച്ചിത്രത്താഴ് 4K പഴംതമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറ മൈന മയങ്ങി. ഈ പാട്ടിൽ തന്നെ ഒരു ഒരു കുറച്ചൊരു വരി കൂടി ഉണ്ട്. ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ ഈ ശ്രീദേവിയുടെ ക്യാരക്ടർ എല്ലാം മനസ്സിലാക്കിയിട്ട് അവിടെ കിടക്കാണല്ലോ. നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇന്ന് പക്ഷെ നമ്മളിത് ഒരുപാട് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ എല്ലാം വരിയുണ്ടല്ലോ, അത് കുളിരിനുള്ളിൽ സ്വയം ഇറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വരി ഉണ്ടല്ലോ, അവിടെയൊക്കെ കറക്റ്റ് നമുക്ക് ആ വരികളുടെയൊക്കെ ഒരു പ്രാധാന്യം ഇന്നൊന്നും അങ്ങനത്തെ പാട്ടുകൾ പോലും കിട്ടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള മ്യൂസിക്, ഇതിന്റെ ബി ജി എം എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതില് വയലിൻ ഉണ്ട്, കൂടുതലും വീണ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ തബല. ഇത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തബല കൊട്ടുന്ന ഒരു സാധനം ഉണ്ട്. അതിങ്ങനെ ഫുൾ ബോക്സിൽ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നമ്മളെ പുറകിലോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു ഒരു ഏകദേശം ഒരു 80 നമ്മൾ കേൾക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, വോയിസ്. അങ്ങനെ ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. 1993 ഈ സിനിമ ഇറങ്ങുന്നത്. ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോ അത് കഴിഞ്ഞ് 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, അത് അന്ന് എടുത്തു വെച്ചൊരു സിനിമ ഇന്നും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഏകദേശം ഒരു 90% ആളുകളും എന്റെ ഒരു സെയിം ഏജ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവരെല്ലാം ഇത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണെന്ന് ആലോചിക്കണം. അത് അല്ലെങ്കിൽ ഇനിയിപ്പോ പോട്ടെ, ഇനിയിപ്പോ അന്ന് ജനിച്ച ആളുകളാണെങ്കിൽ പോലും 2-3 വയസ്സ് ഉള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ 1 വയസ്സുള്ള ആളുകൾ ഉണ്ടാവാം, ഇനി മാക്സിമം പോയി ഒരു 5 വയസ്സ് 10 വയസ്സുണ്ടായിരുന്ന ആളുകൾ ഉണ്ടാവാം. അന്ന് കണ്ടുള്ള ഒരു മെന്റാലിറ്റിയിലല്ല ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ ഇങ്ങനെ ഇരുന്ന് തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കരം തന്നെയാണ്, പറഞ്ഞിരിക്കാൻ കഴിയില്ല. ഇതിൽ നമ്മുടെ കുതിരട്ടം പപ്പു കേട്ടോ, ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ, അതുപോലെ ഇന്നസെന്റ് ക്യാരക്ടർ ഉണ്ടാക്കിയ ചിരി ഭയങ്കരമാണ്. അതുപോലെ സണ്ണിയുടെ എൻട്രി അത് ഭയങ്കരമായിരുന്നു. പിന്നെ നാഗവല്ലി, എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ നാഗവല്ലിയുടെ ക്യാരക്ടറാണ്. നാഗവല്ലി എന്ന് പറഞ്ഞാൽ ഗംഗ. ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ശോഭന എന്ന് പറയുന്നത് എക്സ്ട്രീം അഭിനയത്തിന്റെ പീക്ക് ലെവലും തോന്നുന്ന ഒരു സംഭവമാണ്. മറ്റേ ഗംഗ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് നാഗവല്ലി. എന്റെ ഉള്ളൊരു രോഗിയുണ്ട്, ആ ചിത്തഭ്രമം അല്ലെ ബാധിച്ചിരിക്കുന്ന ആ രോഗി ഉറങ്ങിക്കിടക്കുന്നത് എന്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഗംഗ തിരിച്ചറിയുന്ന ആ ഒരു രംഗം, അതൊക്കെ എന്റെ അമ്മോ എന്ത് കിടിലനാണ്. ആകെ തോന്നിയിരിക്കുന്ന ഒരു 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 കല്ലുകടി എന്നുള്ളത്, ഒന്ന് ആ ഒരു സ്ക്രീനിന്റെ വലിപ്പം ഫുൾ സ്ക്രീൻ ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിൽ ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് അങ്ങോട്ട് പോയി, കാരണം നമ്മൾ ആ കഥയിലേക്ക് അങ്ങോട്ട് എൻ്റർ ആയി. പിന്നെ എനിക്ക് തോന്നി ലാസ്റ്റ് എൻഡില് നമ്മുടെ ഇതൊക്കെ അസുഖമൊക്കെ മാറിയിട്ട് ഈ ഗംഗനെ തിരിച്ചു കൊണ്ടുവരല്ലോ, ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് വേക്കപ്പ് വേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നതിന് ശേഷം 1-2 ഡയലോഗ് നോർമലായിട്ട് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് സണ്ണിയെ വിശ്വാസമാണ്. താങ്ക് യു സണ്ണി എന്ന് പറഞ്ഞ സാധനമാണ്. താങ്ക് യു അവിടെ ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, അന്ന് ചെയ്തൊരു സിനിമയ്ക്ക് ആകെ പറയാനുള്ളത് ഈ ഒറ്റ സാധനം. എനിക്ക് പേഴ്സണൽ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് താങ്ക് യു സണ്ണി എന്നുള്ള സാധനം വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി. ഇന്നാണെങ്കിൽ അത് ഒരു പക്ഷേ ഇന്നത്തെ ആളുകൾ ഒഴിവാക്കിയതിനെ അത് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം ഭയങ്കരം. അത് എന്ത് രസാണെന്നാണ് അന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിംസ് ഒക്കെ. എന്ത് ഭംഗിയാണ് ഫ്രെയിംസ്. ആ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പോട്ടെ, പക്ഷെ ഇത് ഏകദേശം ഈ നാഗവല്ലി എന്നുള്ള സാധനം അതും പോട്ടെ. നമ്മുടെ മുകളിൽ ആ വാതിൽ തുറക്കുന്നുണ്ടല്ലോ, തെക്കിനിയിലെ ആ വാതിൽ തുറക്കുന്ന ഒരു സാധനം, അങ്ങനെ ഒരു തുറക്കുന്ന സൗണ്ടോട് കൂടി എട്ടുകാലി വലയും സംഭവങ്ങളും അതിന്റെ ഇടയിൽ കൂടെ ഈ ഗംഗയുടെ എൻട്രി മുതൽ പിന്നെ അങ്ങോട്ട് ഫ്രെയിംസിന്റെ ഒക്കെ ഒരു ഭംഗി എന്ത് സൂപ്പറാണ്. അതുപോലെ ചെലങ്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ ലാലേട്ടൻ ഈ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് ആ ചാര് കസേരയിൽ പടിയുണ്ടല്ലോ, കൈപ്പിടി, അതിന്റെ മേലെ കാലിങ്ങനെ പൊക്കി വെച്ച് കിടക്കുമ്പോൾ കാലിങ്ങനെ പിടിച്ചിട്ട് ആട്ടി നോക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചിരി ഭയങ്കരമാണ്. അതുപോലെ വെള്ളം വെള്ളം എന്ന് പറയുമ്പോഴുള്ള സാധനം. പിന്നെ കെ പി സി ലളിത കുറേ ക്യാരക്ടേഴ്സ്, കുറെ ഡയലോഗ്സ് ഉണ്ട്. ആ ഡയലോഗ്സിൽ കുറച്ച് സംഭവം ഉണ്ട്. അതായത് 10-32 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഗംഗയ്ക്ക്. ആ കഥ പറഞ്ഞതിന് ശേഷം ഇപ്പൊ അവിടെ താമസിക്കുന്നത് ഈ പി മഹാദേവൻ എന്ന് പറയുന്ന അല്ലിയുടെ കല്യാണം അറിയിച്ചിട്ടുള്ള ആള്, അല്ലിയുടെ മാഷ്. അത് പറഞ്ഞു ഇങ്ങനെ കാണിക്കലുണ്ട്. അതൊക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ എൻഡില് എവിടെയോ മറന്ന പോലെ എന്നിട്ട് സണ്ണി കുട്ട എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് പറ്റിച്ചു വിട്ടോ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ആ സീൻ വരുന്നതിന് മുമ്പേ ആളുകൾ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് ആ സൗണ്ട് കേൾക്കായിരുന്നു. അപ്പോ
അത് ഭയങ്കര രസമായിട്ട് തോന്നി. അതുപോലെ ഞാൻ ഈ റീ റിലീസിന്റെ ആണോ അല്ല സോറി ഈ ദേവദൂതനാണോ എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒന്ന് ഞാൻ ഇപ്പൊ ഇട്ടൊരു വീഡിയോയിൽ താഴെ വന്നുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് അത് ഏതോ ഒരാൾ അതിൽ വർക്ക് ചെയ്തതാണ്. അപ്പോ ഈ പറയുന്ന സംഭവം ഒന്നും ദേവദൂതനൊന്നും ഇല്ലെന്ന് ഇത്ര തിരക്ക്. ഞാൻ സിനിമ നേരിട്ട് കണ്ട ആളാണ്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്. ഞാൻ കണ്ട തിയേറ്ററിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ 4 കോടി 5 കോടിയൊക്കെ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതൊക്കെ നോണയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ കമന്റിട്ടുണ്ട്. വല്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ നല്ലതായിരിക്കും. പിന്നെ മണിച്ചിത്രരായി ഇപ്പൊ വർക്ക് കഴിഞ്ഞ് വന്നിരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ത് റിലീസാണ്, ഏത് വർക്ക് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഒന്നുകിൽ മുപ്പര് തള്ളി, ഇല്ലെങ്കിൽ മുപ്പർക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. വർക്ക് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, നല്ല രീതിയിൽ തന്നെ ആണ്. ഇപ്പൊ ഇന്നേ കണ്ടപ്പോൾ ഫുള്ളൊന്നും അല്ല, പക്ഷെ ഏകദേശം ആളുകൾ ഇന്നുണ്ട്. എനിക്ക് തോന്നുന്നു 6 മണി അല്ലെങ്കിൽ രാത്രിത്തെ ഷോയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് 11 മണിക്ക് പോയിട്ട് പോലും ഇത്രയും ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ കമന്റ് അടിക്കുന്നവർക്ക് അവിടെ അടിക്കാം. ഇതിന്റെ എക്സ്പീരിയൻസ് ഭയങ്കരം തന്നെയാണ്. ആ സിനിമ കണ്ടിട്ടുള്ള എത്ര ആളുകൾ ഉണ്ടെന്ന് അറിയില്ല. ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്താണ് സിനിമ കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഇതിന്റെ മ്യൂസിക്കുകൾ മാത്രമല്ല, ഓരോ കണക്ഷൻസ് ചെയ്യാം. ഇന്നത്തെ സിനിമയാണെങ്കിൽ ഇതിപ്പോ ഞങ്ങള് കണ്ടപ്പോൾ സംസാരിച്ചൊരു കാര്യമാണ്, കൂടെ ഉണ്ടായിരുന്നവര് എന്റർടൈൻമെന്റ് കിഴി കേട്ടോ, കിഴിയാണ്, കീഴെ മച്ചന്മാരുണ്ടായിരുന്നു. അപ്പൊ അഫാത്ത് എന്നോട് പറയുകയും ചെയ്തു, ഇന്ന് ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ അതിന് സെക്കൻഡ് പാർട്ടൊക്കെ വന്ന് കൊളാക്കിയേനെ, മണിച്ചിത്രത്താഴ് 2 എന്ന് പറഞ്ഞൊരു സെക്കൻഡ് പാർട്ട് വന്നേനെ. അല്ലെങ്കിൽ അതിലെ ഇപ്പോ നാഗവല്ലിനെ മാത്രമേ തളച്ചിട്ടുള്ളൂ, അവിടെ ഒരു കാരണവരുണ്ടല്ലോ, ആ കാരണവരുടെ പ്രേതം വന്നേനെ. അതല്ലാന്നുണ്ടെങ്കിൽ സണ്ണി അവസാനം കല്യാണം ആലോചിക്കാൻ വേണ്ടി ഈ ഇദ്ദേഹത്തിന്റെ നെടുമുടിയുടെ ക്യാരക്ടറിനോട് പറയുന്നുണ്ടല്ലോ, എനിക്കൊരു ഇഷ്ടമുണ്ട്, അതറിയുമ്പോ സമ്മതിച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടായേനെ, രണ്ട് ജാതി ക്രിസ്ത്യനും ഹിന്ദുവും തമ്മിലുള്ള പ്രശ്നം. അപ്പൊ അവരത് പ്രശ്നമാക്കിയേനെ, അത് മറ്റു 2ഉം 3ഉം പാർട്ടൊക്കെ കൊണ്ട് ഇറക്കി കൊളമാക്കിയേനെ എന്ന് പറഞ്ഞു കേട്ടു. അത് സത്യമാണ്, അത് അങ്ങനെയൊക്കെ ചെയ്ത് കൊളമാക്കിയേനെ. അപ്പൊ അന്ന് ചെയ്ത പടയം കൊണ്ട് കറക്റ്റ് ഒരു എൻഡായി. ആ എൻഡിൽ പോലും ആ പാട്ട് ഇങ്ങനെ വരുന്നതും ആ പാട്ടിനോട് കൂടി ഇങ്ങനെ അവസാനിക്കുന്നതും, പോകുന്ന പോക്കില് ഈ ഗംഗയുടെ ക്യാരക്ടർ ശോഭന ഇങ്ങനെ സ്ക്രീനിൽ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട്, ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ടാറ്റ, നമുക്ക് ടാറ്റ തരുന്ന പോലൊരു സാധനം. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഭയങ്കര ഒരു ഫീലായിരുന്നു. അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നിരുന്നെങ്കിലും തോന്നുന്നു. ഒരു പക്ഷെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല. നമ്മൾ അന്നുള്ള സിനിമ എന്നുള്ള മെന്റാലിറ്റിയോട് കൂടി വീണ്ടും കാണാൻ പോയി ഇരിക്കുന്ന ഒരു മൈൻഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്നത്. എന്നാലും എന്തുകൊണ്ടോ ആഗ്രഹിച്ചു പോകുന്നു ഇത്തരത്തിലുള്ള കഥകൾ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ. ആ പഴമയ്ക്കനുസരിച്ചുള്ള മ്യൂസിക്കും അതൊക്കെ എന്ത് എന്ത് ഗംഭീരമായി, എന്ത് മനോഹരമായി, എന്ത് ഒരു വാം ഫീലാണ് നമുക്ക് തരുന്നത് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പേടിപ്പെടുന്ന സാധനങ്ങളാണെങ്കിലും ആ മ്യൂസിക് ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു, ഇപ്പോ എസ്പെഷ്യലി ഏത് ഏത് സീനാ പറയാ, ആദ്യമായിട്ട് നമ്മുടെ അല്ല അത് പോട്ടെ, ഇവര് നമ്മുടെ ഈ പപ്പു, കുതിരട്ടം പപ്പു, അതുപോലെ തിലകൻ ചേട്ടൻ, സോറി നെടുമുടി വേണു, പിന്നെ കൂടെ ഉള്ളത് ഗണേഷിന്റെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഇവര് മൂന്നും കൂടെ രണ്ടാമത് വീണ്ടും അവിടെ ആവാഹിച്ച് കെട്ടാൻ അല്ലെങ്കിൽ പൂജിച്ച് തകിട് കെട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു തമിഴെത്തിയ നാഗവലിയുടെ വോയിസിൽ പറയുന്നുണ്ടല്ലോ, എന്താ കീർത്തനം, ഡയലോഗ് കറക്റ്റ് ഓർമ്മല്ല, ഒരു വരി ചൊല്ലിരിക്കലാന്നോ അങ്ങനെ എന്തോന്ന് പറയും. ആരാധകൻ ഞാൻ താൻ നാഗവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ അയ്യോ എന്തൊരു ഫീൽ, നമുക്ക് രോമാഞ്ചം ഉണ്ടാവും, അയ്യോ എന്നുള്ളൊരു തോന്നല്. എത്രയോ വട്ടം നമ്മൾ മൊബൈലിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ, പക്ഷെ എന്നിട്ടും ആ ഫീൽ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഇട്ടൊരു വീഡിയോനെ, പിന്നെ ഇന്നലെ രാത്രി ഇട്ടൊരു വീഡിയോ ആസ്പദമാക്കിയിട്ടാണ് സംസാരിക്കാനുള്ളത്. റീ റിലീസുകൾ സംഭവിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. വീണ്ടും അത് കണ്ട് ആസ്വദിക്കാൻ ആളുണ്ട്, ഇത്രയും ആളുകൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. സിനിമ കണ്ട് കഴിയുമ്പോൾ ഫാസിൽ എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് എല്ലാവരും അടിയിട്ട് ഒന്ന് കൈയടിച്ചിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റീ റിലീസ് ഇറങ്ങുന്നത്, അല്ലാതെ പടങ്ങളില്ലാത്തതുകൊണ്ടോ നല്ല പടങ്ങൾ വരാനില്ലാത്തതുകൊണ്ടോ അല്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.